ഉമ്മാരെയൊക്കെ കണ്ടോ ഉമ്മാരുടെ പേരറിഞ്ഞു എന്തോന്ന് കാണാൻ വന്നത്. സബ്സ്ക്രൈബ് ആദ്യം സബ്സ്ക്രൈബ് എന്നിട്ട് മുഴുവൻ വീഡിയോ കണ്ടോ. ഓക്കേടാ കുട്ട ഞാൻ ഉറങ്ങിപ്പോയി. എണീറ്റ് ഉടനെ തിരിഞ്ഞു നോക്കി ഫ്രണ്ടിൽ വരാൻ നോക്ക്. അമ്മ അരമണിക്കൂറായാ? ആയില്ലേ, കറക്റ്റ് അരമണിക്കൂർ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ അൽക്കോർ പാർക്കിൽ പോവുകയാണ്. അപ്പോൾ അൽക്കോർ പാർക്കിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഔൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാനിവിടെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 15 റിയാലാണ് ഒരാൾക്ക് വരുന്നത്. ബേബീസിനൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് അൽക്കോർ പാർക്കിൽ പോവാണ്. ഇവിടെ വന്നപ്പം ഒരു രക്ഷയില്ല, എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയി ഗൈസ്. വെള്ളപ്പുലി, മഞ്ഞപ്പാമ്പ്, പിന്നെന്ത് പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് കുരങ്ങുകൾ, നേപ്പാളിൽ നിന്ന് ലാൻഡ് ചെയ്ത ആന, വെള്ള മയില്. എൻ്റെ അമ്മോ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കാപ്പിപ്പൊടി കളർ കരടി. നമ്മൾ കറുത്ത കരടിയിലേ കണ്ടിട്ടുള്ളത് ബ്രൗൺ കളർ കരടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് എത്തിയപ്പോൾ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ക്രൗഡ് കണ്ടും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും ആൾക്കാരുണ്ടാവുന്ന വേറൊന്നുമല്ല സംഭവം. ഇവിടെ ഇപ്പോൾ ആന വന്നത് ഈ ഒരു വീക്കെൻഡിലാണ്, അല്ല ഞാൻ പോകുന്ന വീക്കെൻഡിലാണ്. ഈ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ ഇവിടെ നേപ്പാളിൽ നിന്നൊരു ആന വന്ന് ലാൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ആനയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു തിരക്ക്. ആനയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും വന്നത്. പക്ഷേ ഇത്രയും മൃഗങ്ങളും ഈ വെറൈറ്റി ഓഫ് മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നല്ല ക്രൗഡാണ്. കയറുമ്പോൾ തന്നെ ഇടിച്ച് തള്ളി ടിക്കറ്റൊക്കെ കാണിച്ചിട്ടാണ് അകത്ത് കയറ്റിയത്. ഇടിച്ച് തള്ളിയൊക്കെയാണ് കയറേണ്ടി വന്നത്. അത്രയ്ക്കും അവസ്ഥയായിരുന്നു. നമുക്ക് ശേഷം ഞങ്ങൾ 2 മണിയൊക്കെ ആയപ്പോൾ എത്തി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. 3 മണിക്കൊക്കെ ശേഷം വന്നവരെയൊക്കെ അവിടെ ഫുൾ ക്യൂ നിന്ന് അവസാനം അവർക്ക് അകത്ത് പോലും കയറാൻ പറ്റാതെ തിരിച്ചു പോയെന്നാണ് അറിഞ്ഞത്. നമ്മൾ ലഞ്ചൊക്കെ എടുത്തിട്ടാണ് വന്നത്, കാരണം ലഞ്ച് കഴിച്ചിട്ട് വന്നാൽ ലേറ്റ് ആവുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് വെൽ പ്രിപ്പേർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇതിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചിട്ട് അകത്ത് കയറാമെന്ന്. അങ്ങനെ എങ്ങാനും വന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തതൊക്കെ വേസ്റ്റാണ്. അൽക്കോർ പാർക്കിൽ കയറാൻ പോലും പറ്റൂലായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി മീൻ കറിയും മീൻ പൊരിച്ചതും അതുപോലെ തന്നെ തോരനും അച്ചാറ് രസവും സാമ്പാറും എന്തൊക്കെയോ കൂട്ടി ഒരു അടിപൊളി ചോറ് തിന്ന്. നമ്മളെപ്പോഴും പുറത്ത് കൊണ്ടുവന്ന് കഴിക്കുമ്പോഴാണല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ കുറേ അകത്തോട്ട് നടന്നിട്ടാണ്, പാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ പാർക്കാണ്, അകത്തോട്ട് നടന്നാണ് ആരുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളിതാ എല്ലാവരെയും കാണാൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മങ്കിക്കുട്ടന്മാരാണ്, വെറൈറ്റി ഓഫ് മങ്കിക്കുട്ടന്മാരാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള വെർവറ്റ് മങ്കി, അതുപോലെ തന്നെ നമ്മുടെ നോർത്തേൺ ആമസോൺ ഫോറസ്റ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടഫ്റ്റഡ് ക്യാപ്ചിൻ. ഇതിത്രയാണ് ഇവിടെ കാണിക്കുന്ന മങ്കികൾ എന്ന് പറയുന്നത്. ഇത് ഒരു വെറൈറ്റി മങ്കിയാണ് കേട്ടോ. ഭയങ്കര തുടിയാണ് ഈ മങ്കികൾ കേട്ടോ. അടി വയ്ക്കുന്നതൊക്കെ കണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ ചിമ്പാൻസി. അപ്പോൾ ചിമ്പാൻസി ഒരു രക്ഷയില്ല. എല്ലാവരും കൂടെ അവനെ പ്രൊവോക്ക് ചെയ്യുന്നതാണോ എനിക്കറിഞ്ഞുകൂടാ, അതോ എൻകറേജ് ചെയ്യുന്നതാണോ എന്നറിയില്ല. നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരുടെടുത്തും വന്ന് വെള്ളമൊക്കെ വായിൽ വെച്ചിട്ട് തുപ്പും കേട്ടോ. അപ്പോൾ ഗ്രില്ലൊക്കെ, അതായത് ഈ കമ്പിയൊക്കെ പിടിച്ച് കുലുക്കി എല്ലാവരും കൂടെ എൻകറേജ് ചെയ്യാൻ, കൈയൊക്കെ അടിക്കുമ്പോൾ വന്നിട്ട് വെള്ളമൊക്കെ തുപ്പി കൊടുക്കും കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ആദ്യമൊക്കെ അടുത്ത് നിൽക്കും, കൈയൊക്കെ അടിക്കും. ഇവ അടുത്ത് വരുമ്പോഴത്തേക്കും തിരിച്ച് പുറകിലോട്ട് ഓടും, കാരണം തുപ്പുമെന്നറിയാം. അത് കഴിഞ്ഞ് നമ്മളിത് വൈറ്റ് ടൈഗറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ വൈറ്റ് ടൈഗറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് ഗ്ലാമറാണ്, ഗ്ലാമർ എന്നല്ല, തൂവെള്ള കളറ്,
തൂവെള്ള കളർ, വെള്ളയിൽ കറുത്ത വരകളൊക്കെ ഉള്ള ഒരു ടൈഗറാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാലോ സീബ്രയൊക്കെ കാണുമ്പോൾ സീബ്രയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം വെള്ളയിൽ കറുപ്പ് ലൈൻസ് വരുമ്പോൾ അത് നല്ല രസമാണല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ടൈഗറും, ഇതിൽ 2-3 ടൈഗർ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതാ ഇവൻ്റെ മുഖത്തൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചതാണെന്ന് തോന്നുന്നു. ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖമൊക്കെ ഫുൾ സ്ക്രാച്ചായി ബ്ലഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ടൈഗറിനെ കണ്ടുകൊടുക്കണം. ഈ ടൈഗറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മൾ നാട്ടിൽ നമ്മളവിടെ സൂവിലൊക്കെ ടൈഗർ ഉണ്ടല്ലോ, ആ ടൈഗർ പോലെയല്ലല്ലോ, നിറം വ്യത്യാസം ഉണ്ടല്ലോ. എന്തോ കാര്യം പറയാണ്, ഇവരൊക്കെ പോയതിന് ശേഷം നമുക്കിനി അടി വയ്ക്കാം, നീ നേരത്തെ അടിച്ചതിൻ്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. അടുത്ത് വീണ്ടും അടി ഉണ്ടാക്കാനായിരിക്കണം. അങ്ങനെ കുറച്ച് നേരം ഞാൻ ടൈഗറിനെ നോക്കിക്കൊണ്ടേയിരുന്നു, അവൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അവനെ അങ്ങനെ വൈറ്റ് ടൈഗറിനെ കണ്ടിട്ട് തൊട്ടടുത്തോട്ട് വന്നപ്പം തൊട്ടടുത്തായിട്ട് ആരുണ്ട്, നമ്മുടെ പായും പുലി ചീറ്റ ഉണ്ട്. അപ്പോൾ ചീറ്റപ്പുലിയും കണ്ടു. ഈ ചീറ്റപ്പുലി ഓടുമ്പോൾ മറ്റവനാണെങ്കിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ചീറ്റപ്പുലിയും കൂടെ കണ്ടു. പിന്നെ എംബ്രോണിയും കാണിച്ചു കൊടുത്തു ചീറ്റ. പിന്നെ അവൻ നോക്കിയൊന്നുമില്ല. നോക്കടാ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് എക്സൈറ്റഡായിട്ട് നടന്നു പോകുന്നത് ബ്രൗൺ ബെയറിനെ കാണാനാണ്. ആദ്യം എന്നിട്ട് ഞാൻ ഇത് ഏത് കരടി, ഈ കളറിൽ കരടിയൊക്കെ ഉണ്ടാകുന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. കറുത്ത കരടിയാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ ബെയർ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം ഈ ബെയറിനെ കണ്ടപ്പോഴേ എനിക്ക് പാണ്ട ഹൗസിൽ അന്ന് പോയത് ഓർമ്മ. ഇതുപോലെ ഗ്ലാസ്സിലാണ് പാണ്ട ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണം. അതുപോലെ ഒരു ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സെയിം ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ്. അതിന് 50 റിയാലാണ് ടിക്കറ്റ്. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർ കണ്ടോ, പാണ്ടയെ കാണാം. അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ഞാനൊരു വീഡിയോ പാണ്ടയുടെ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ക്ലിക്ക് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഇവിടെ പാണ്ടയല്ലല്ലോ വിഷയം. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ലയണിനെ കണ്ടു. പിന്നെ ലയണിനെ കാണാൻ ഞാൻ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല, ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട്. പിന്നെ സീബ്രയും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് സീബ്രയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും വന്ന് കുക്കുംബറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കുംബറൊക്കെ സീബ്ര കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം സീബ്രയൊക്കെ കണ്ടിരുന്നു. എംബ്രോനും കാണിച്ചു കൊടുത്തു. കാരണം സീബ്രയെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. വൈറ്റ് ടൈഗറിനെ കണ്ടപ്പോഴും ഞാനിതുപോലെയായിരുന്നു സീബ്രയെ നോക്കിക്കൊണ്ടിരുന്ന പോലെ തന്നെയാണ് വൈറ്റ് ടൈഗറിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അകത്തോട്ട് വന്നപ്പം ഒരു കോഴി നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഡിയറും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഗോട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിനെ കാണുമ്പോൾ നിങ്ങൾ ആടാണെന്ന് പറയോ ഇല്ലേ എന്നുള്ളത് പറയണം കേട്ടോ. ആടാണോ, യഥാർത്ഥത്തിൽ അതൊരു ആടാണ്. ഞാൻ തന്നെ വിശ്വസിച്ചില്ല, ഇത് ആടായിരുന്നു. ഇതാണ് സംഭവം. നമ്മുടെ നാട്ടിൽ ആടൊന്നും ഇങ്ങനെ അല്ലല്ലോ. ഈ ഒരു ആടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പിഗ്മി ഗോട്ടാണ്. അങ്ങനെ ആടിനെയൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ഗുഹ പോലത്തെ അകത്ത് വന്നു. ഗുഹ പോലെ ഇരിക്കുന്ന അതിൻ്റെ അകത്ത് ഗ്ലാസിൻ്റെ അകത്ത് ഒരു സാധനം ഞാൻ കണ്ടു. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ 2 പേര് ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാമോസെറ്റാണ്. അപ്പോൾ ഇവരെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇവരെയും കണ്ടു. നല്ല ക്രൗഡുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. എന്നാലും മാക്സിമം കവർ ചെയ്യാൻ പറ്റിയത് ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു പൈതനെ കണ്ടു. പൈതൻ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു, ക്ഷീണമായിരിക്കും. അപ്പോൾ നമുക്ക് ശല്യം ചെയ്യേണ്ട, ക്ഷീണമൊക്കെ മാറ്റട്ടെ, ഉറങ്ങട്ടെ. പിന്നെ ആ മാമോസെറ്റിന് ഫ്രൂട്ട്സ് എന്തൊക്കെയോ അവിടെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഈ യെല്ലോയും വൈറ്റും കളറിലുള്ള പാമ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നത്. പാമ്പിന് ഇത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള നിറമോ. അങ്ങനെ ആ പാമ്പിനെയൊക്കെ കണ്ടു. പിന്നെ പൂച്ച. ഇതെന്താ പൂച്ചയോ? ഈ പൂച്ചയ്ക്ക് പ്രത്യേകത ഉണ്ട്. ഇത് ബംഗാൾ ക്യാറ്റാണ്, ബംഗാളിലുള്ള ക്യാറ്റാണ്. ബംഗാൾ ക്യാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വൈൽഡ് ക്യാറ്റിൻ്റെയൊക്കെ ഒരു ടച്ചുണ്ട്. ബംഗാൾ ക്യാറ്റ് ആയതുകൊണ്ടല്ല, അതിനെ കാണാൻ ആ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ഇവിടെ 2 പേര് കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. തൊടാനൊക്കെ തോന്നുമായിരുന്നു, പക്ഷേ തൊടാൻ പറ്റൂലല്ലോ. അങ്ങനെ എമ്മറോട് കുറച്ച് നേരം കാണിച്ചു കൊടുത്തു. അവൻ ആ ഗ്ലാസ്സിൻ്റെ അവിടെ നിന്ന് നോക്കി, എന്തോ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ നേപ്പാളാന രുദ്രകാളിയാണ് കേട്ടോ. ഇവൻ്റെ പേര് എന്തോ രുദ്രകാളി എന്ന് എഴുതിയിട്ടുണ്ട്. ചോക്കോ എന്തോ വെച്ച് എഴുതിയിട്ടുണ്ട് പേര്. അപ്പം ഇവനെ കാണാനാണ് ഇത്രയും ആൾക്കാർ വന്നത്. കാരണം ഇവിടെയൊന്നും അങ്ങനെ ആന ഇല്ലല്ലോ. അപ്പോൾ ആനയെ കാണാൻ വേണ്ടി, ആനയെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആന ഉണ്ട്, നമ്മളെപ്പോഴും വലിയ ആനയൊക്കെ കാണുന്നതല്ലേ.
അപ്പോൾ അങ്ങനെ രുദ്രകാളിയും പിന്നെ വേറൊരു ആനയും കൂടെ ഉണ്ട് നേപ്പാളിൽ നിന്ന്. അതിൻ്റെ മുകളിൽ 2 ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. വന്നിട്ട് ഒരാഴ്ചയെല്ലാം ആയുള്ളൂ, ചിലപ്പോൾ ഇണങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഇണങ്ങുന്ന ഒരാളെ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ ജിറാഫ് എന്തോ ഗുസ്തി എന്തോ കാണിച്ചു എന്ന് തോന്നുന്നു, വന്ന് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. പാവം, അത് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയാണ് കേട്ടോ, വയ്യാതായിപ്പോൾ വീണതാണെന്നാണ് തോന്നുന്നത്, അറിയില്ല. അതുകൊണ്ട് അധികം എനിക്ക് കാണാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല. ഇത് റൈനോസറോസാണ്. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം ഇനി ആരൊക്കെ ഉണ്ടെന്ന് ബാക്കി അങ്ങോട്ട് പോയി നോക്കാൻ പോവുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അങ്ങനെ അകത്തോട്ട് വന്ന് നോക്കിയപ്പം നമ്മുടെ ഓസ്ട്രിച്ചിനെയാണ് കണ്ടത്. അപ്പം ഓസ്ട്രിച്ചിനെ കുറച്ച് വീഡിയോ, ഓസ്ട്രിച്ചും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ കണ്ട സാധനങ്ങളാണല്ലോ, വെറൈറ്റി, നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണല്ലോ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നിന്ന് കാണാൻ ഇഷ്ടം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ എന്തായാലും ഓസ്ട്രിച്ചിനെയും കൂടെ വീഡിയോ എടുത്തു. പിന്നെ ഇവിടെ വന്ന് കുറേ കിളികൾ പാരറ്റിനെയൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ടുണ്ട് ബേർഡ്സിൻ്റെ, അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ 90% നമ്മളിവിടെ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട്. ഇനി ഒരു 10% മാത്രമേ ഉള്ളൂ. ഈ 10% ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഇവിടെ മയിലുണ്ട്, ഇതിൻ്റെ അകത്ത് നല്ല ഫൗണ്ടെയിനും വാട്ടർഫോളൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാം. ഈ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് നടന്നു പോയി മുകളിൽ നിന്ന് എല്ലാം കാണാം കേട്ടോ. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മയിൽ വെള്ള മയിൽ കൈസ്. നമ്മൾ മയിലെന്ന് പറയുമ്പോൾ തന്നെ ഒരു നീലയും ആ ഒരു പച്ചയൊക്കെ കളർ, നല്ല മയിൽപ്പീലിയൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ബുക്കിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് എന്തോ ആഗ്രഹമൊക്കെ നടക്കുമെന്ന്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ മയിലിൻ്റെ ആ ഒരു പീലി കണ്ടാണ് നമ്മൾ മയിൽ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ആണെങ്കിലും സൂവിലൊക്കെ പോയി കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ബുക്കിലൊക്കെ ആണെങ്കിലും പഠിച്ചിട്ടുണ്ടല്ലോ, മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഈ മയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അല്ല, വെള്ള മയിലുണ്ടെന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ മയിൽ, പിന്നെ അതിൻ്റെ അകത്ത് കുറേ താറാവ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മയിലിനെയും താറാവിനെയും പിന്നെ വെള്ള മയിലിനെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമുണ്ട്. അവർ കെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അവർക്ക് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട്. ഇതൊരു അടിപൊളി മയിലാണ്, നല്ല മയിൽപ്പീലിയൊക്കെ ഉണ്ട്, നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല കളറാണ്. വെള്ള മയിൽ, സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ വെള്ള മയിലിനെ കണ്ടില്ല കേട്ടോ. ഈ നമ്മൾ നോർമൽ മയിലുണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നടന്നു ഇപ്പോൾ വെള്ള കളറിലാണ് കണ്ടിട്ടുണ്ടോ വെള്ള മയിലിനെ? ഇനി കാണണ്ടേ? മങ്കി ഇങ്ങനെ മങ്കിയല്ലേ, ചിമ്പാൻസി അല്ലേ? ചില്ലെന്നൊന്നുമില്ല, തണുപ്പേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തളർന്ന് ഞാൻ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചു. പൂച്ചയാ? പൂച്ചയിലോ എന്ന് വിളിക്കുന്നത് ഈ പൂച്ചയാ? അപ്പോൾ ഗൈസ്, ഈ ഒരു അൽക്കോർ പാർക്കിലെ വെറൈറ്റി ഓഫ് മൃഗങ്ങളെയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യണം. ഇനിയും ഇതുപോലുള്ള പുതിയ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സുമായിട്ട് ഞാൻ വരും. അപ്പോൾ അതിനായിട്ട് സ്റ്റേ ട്യൂൺ. അങ്ങനെ നമ്മളിതാ വീട്ടിൽ പോകണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.